ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ സർവചരാചരങ്ങളും ജഗത് പദാർത്ഥങ്ങളും ഏതിൽ നിന്നാണോ ഉണ്ടായത് അതിൽ തന്നെയാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. അവസാനം അതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. എന്നാൽ അജ്ഞത കൊണ്ട് നാം അതിൽ നിന്ന് വേറെ ഒന്നായി തോന്നുകയാണ് ചെയ്യുന്നത്. പാരാവാരമായിരിക്കുന്ന സമുദ്രം, ആ സമുദ്രത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഓളം അല്ലെങ്കിൽ ഒരു തിരയുണ്ടാകുന്നു. ആ തിര ഉണ്ടായത് ആ സമുദ്രത്തിൽ നിന്നാണ്. ആ സമുദ്രത്തിലാണ് അത് ഉയർന്ന് അത് ഒഴുകിയതും. ആ ഓളം കുറച്ച് കഴിഞ്ഞ് അത് കുറച്ച് സമയം നിലനിന്ന് അത് ലയിക്കുന്നതും അതിൽ തന്നെ. അതിൽ നിന്നുണ്ടായി അതിൽ തന്നെ നിലനിന്ന് അതിൽ തന്നെ ലയിക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളുണ്ടായത് എവിടെ നിന്നാണ്? നമ്മൾ അമ്മയിൽ നിന്നുണ്ടായി, അച്ഛനിൽ കൂടെ അമ്മയിൽ നിന്നുണ്ടായി എന്നാണ് നാം ധരിച്ചിരിക്കുന്നത്. പക്ഷേ അച്ഛനും അമ്മയും വേദനിൽ നിന്നുണ്ടായി. അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ മൂലസത്തയെ ആലോചിക്കുമ്പോൾ നമ്മളെല്ലാവരും ഏകമായിരിക്കുന്ന ഈ സർവചരാചരങ്ങളും മനുഷ്യൻ മാത്രമല്ല, ചരങ്ങളും അചരങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ രൂപാന്തരം മാത്രമാണ്. അതിരൂപാന്തരപ്പെട്ടാണ് ഇതെല്ലാം ഉണ്ടായത്. അതിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത്. അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഇതിവിടെ ചലിക്കുന്നത്. അതിനെ വിട്ട് ഇതിന് നിൽക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇതില്ലെങ്കിലും അതിന് നിലനിൽപ്പുണ്ട്. തിരയില്ലെങ്കിലും കടലിന് ഒരു കോട്ടവുമില്ല. എന്നാൽ തിരയ്ക്ക് കടലിനെ കൂടിയേ കഴിയൂ. കടൽ ഉണ്ടെങ്കിൽ മാത്രമേ തിരയുണ്ടാവൂ. തിരയ്ക്ക് കടലിൻ്റെ സാന്നിധ്യം എപ്പോഴും വേണം. എന്നാൽ കടലിനാകട്ടെ തിരയുടെ സാന്നിധ്യം ആവശ്യമില്ല. തിരയില്ലെങ്കിലും കടലുണ്ട്. എന്നാൽ കടലില്ലെങ്കിൽ തിരയില്ല. അപ്രകാരം നാം ആ പരമസത്തയിൽ നിന്നും ഉണ്ടായതാണ്. നമ്മൾ നിലനിൽക്കുന്നത് തിര കടലിൽ നിലനിൽക്കുന്നത് പോലെ നമ്മൾ ആ പരമസത്തയിൽ അല്ലെങ്കിൽ ഈശ്വരനിലാണ് നിലനിൽക്കുന്നത്. ഈശ്വരനിൽ നിന്നുണ്ടായി ഈശ്വരനിൽ നിലനിൽക്കുന്നു. അവസാനം ഇത് ലയിക്കുന്നത് ഈശ്വരനിൽ തന്നെ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ മരണം എന്നത് ഒരു ലയമാണ് എന്ന്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഏതിൽ നിന്നാണോ വന്നത് അതിൽ തന്നെയാണ് ലയിക്കുന്നത് എങ്കിൽ മരിച്ചാൽ പോരെ? എന്തിനാ ഇത്രയും ക്ലേശിച്ച് ബുദ്ധിമുട്ട് പലതും അനുഭവിച്ച് ശ്രമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ദേഹം വിട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതിൽ തന്നെ ലയം പ്രാപിക്കുമെങ്കിൽ നമുക്ക് പിന്നെ ഒന്നിൻ്റെയും ഒരു സാധനയോ വേദാന്ത പഠനമോ ഒന്നിൻ്റെയും ആവശ്യമില്ല. പക്ഷേ നമ്മെ സംബന്ധിച്ച് അപ്രകാരത്തിലല്ല. അവിടെ നമുക്കൊരു ഏടാകൂടം തന്നിരിക്കുന്നു. ഈ സ്ഥൂല ശരീരത്തെ നിലനിർത്തുന്ന ഒരു സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരത്തിനാണ് മനസ്സ്, ബുദ്ധി, പ്രാണൻ എന്ന് പറയുന്നത്. പഞ്ചഭൂത നിർമ്മിതമായ ഈ സ്ഥൂല ശരീരം കുറച്ചു കാലം മാത്രമേ നിൽക്കുകയുള്ളൂ. ഇത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴും നമ്മുടെ മനസ്സും ബുദ്ധിയും പ്രാണനും നശിക്കുന്നില്ല. അത് ആ സൂക്ഷ്മ ശരീരം നിലനിൽക്കുന്നു. അതിൽ നമ്മുടെ കർമ്മ സംസ്കാരം നിറഞ്ഞിരിക്കുന്നു. ആ ആഗ്രഹങ്ങൾ, ആ കർമ്മ സംസ്കാരം അനുഭവിക്കാനായി മറ്റൊരു സ്ഥൂല ശരീരത്തെ ഉണ്ടാക്കാൻ ഇതിന് കഴിയും. അതിനാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ഈ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും തൻ്റെ കർമ്മ സംസ്കാരം എത്തരത്തിലുള്ളതാണോ അതനുഭവിക്കാൻ പറ്റിയ ഒരു സ്ഥൂല ശരീരം രൂപാന്തരപ്പെടുന്നതിനെ ജനനമെന്നും, ഈ സ്ഥൂല ശരീരം അതിൻ്റെ കാലാവധി തീരുമ്പോൾ ഉപേക്ഷിക്കുന്നതിനെ
മരണമെന്നും പറയുന്നു. എന്നാൽ ഈ സ്ഥൂല ശരീരം നശിക്കുന്നതിന് മുമ്പേ ഇതിലെ സൂക്ഷ്മ ശരീരം ജ്ഞാനം കൊണ്ട് ഇല്ലാതെയാകണം. ജ്ഞാനാഗ്നി സർവകർമാണാം ഭസ്മസാൽ കുരുതേ. ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് സർവകർമ്മ സംസ്കാരങ്ങളും ഭസ്മമാകണം. അങ്ങനെ ഭസ്മമാകുമ്പോൾ ഈ സ്ഥൂല ശരീരം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഈ സ്ഥൂല ശരീരം ഉള്ളപ്പോൾ തന്നെ ആ പരമാത്മാവും നമ്മളും ഒന്നാണ്. അവിടെ ഏകമായ അത് മാത്രമേ ഉള്ളൂ. രണ്ടാമതൊന്നായ ജീവത്വം ഇല്ല തന്നെ. ഇതാണ് നമുക്ക് വന്നു ചേരേണ്ടത്. അതിനാൽ ഇവിടെ പറയുന്നു, ഏതൊന്നിൽ നിന്നെല്ലാം ഉണ്ടായി, ഏതൊന്നിലെല്ലാം വസിച്ചിടുന്നു, ഏതൊന്നിലെല്ലാം ലയിക്കുമാ ബ്രഹ്മത്തെ ചേതസ്സിൽ ചിന്തിക്കൂ സർവകാലം. ഏതിൽ നിന്നാണോ നമ്മളെല്ലാവരും ഉണ്ടായത്, ഏതിലാണോ നമ്മളെല്ലാവരും നിലനിൽക്കുന്നത്, ഏതിലാണോ നമ്മളെല്ലാം ലയിക്കുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കൂ എന്ന്. അതിനെക്കുറിച്ച് അറിഞ്ഞാൽ ആദ്യം കേട്ട് നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ മഹിമ. ഇതുപോലെ പിന്നീട് അതും നമ്മളും തമ്മിൽ ഏകമാവുമ്പോൾ ഞാൻ ഇല്ലാതാവുകയും അതുമാത്രം ശേഷിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. ആ അവസ്ഥയാണ് വാസ്തവത്തിൽ മോക്ഷപദം. അങ്ങനെ ആ അവസ്ഥയിലെത്തിയ ഒരാൾക്ക് പിന്നെ ശരീരമെടുത്ത് വരണ്ട, അതിൽ തന്നെ ലയം പ്രാപിക്കും. ഏതിൽ നിന്നുണ്ടായി, ഏതൊന്നിൽ നിന്നെല്ലാം ഉണ്ടായി, ഏതൊന്നിലെല്ലാം വസിച്ചിടുന്നു, ഏതൊന്നിലെല്ലാം ലയിക്കുമാ ബ്രഹ്മത്തെ ചേതസ്സി ചിന്തിക്കൂ സർവകാലം. എല്ലാ സമയത്തും ആ പരബ്രഹ്മത്തെ നിരന്തരം വിചാരം ചെയ്യൂ. എന്നാൽ മനസ്സ്, ബുദ്ധി, പ്രാണൻ ഇവ മൂന്നും ക്രമേണ ഇല്ലാതെയാകും. തൽസ്ഥാനത്ത് പ്രാണനായതും മനസ്സായതും ബുദ്ധിയായതും ആ പരമാത്മാവ് തന്നെയാണ് എന്ന ബോധം നമുക്കുണ്ടാവും. അതുതന്നെയാണ് ഇതെല്ലാം. ഈ ബോധം നമുക്കുണ്ടായി കഴിയുമ്പോൾ നാം ആ പരമാനന്ദത്തിൻ്റെ ഉടമകളായിത്തീരും. അതാണ് മോക്ഷാവസ്ഥ എന്ന് പറയുന്നത്. അതറിയാൻ വേണ്ടിയാണ് ഈ ദേഹം എടുത്തതും സൂക്ഷ്മ ശരീരം തന്നതും അജ്ഞാനമാകുന്ന കാരണശരീരം ഉണ്ടാക്കിയതും. അതിൻ്റെ മഹത്വം ഈ ഉപകരണത്തിൽ കൂടി അറിയാൻ വേണ്ടിയാണ്. ആ പരമാത്മാവ് തൻ്റെ സ്വരൂപത്തെ തനിക്ക് തന്നെ അറിയാൻ വേണ്ടിയാണ് ഈ സൃഷ്ടി ലീല നടത്തിയത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇത് മൂന്നും ആ സർവേശ്വരൻ്റെ ലീലകൾ മാത്രമാണ്. ഈശ്വരൻ്റെ മഹിമ അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾക്ക് ഈ ദേഹമാകുന്ന ഉപാധി തന്നത്. പക്ഷേ ജന്മോദ്ദേശം എന്താണെന്ന് മറന്ന് നമ്മൾ ഇതിൽ ഭ്രമിക്കാൻ തുടങ്ങി. ആ ഭ്രമം വിട്ടാൽ മാത്രം മതി. ഏതൊന്നിൽ നിന്നെല്ലാം ഉണ്ടായി, ഏതൊന്നിലെല്ലാം ലയിച്ചിടുന്നു, ഏതൊന്നിലെല്ലാം ലയിക്കും ആ ബ്രഹ്മത്തെ ചേതസ്സിൽ ചിന്തിക്കൂ സർവകാലം.